This morning when I was coming here, I called up my son and asked him, have you eaten haldi this morning? ഞാൻ ഇന്ന് രാവിലെ വരാൻ നേരത്തെ എന്റെ മോനെ വിളിച്ച് ഞാൻ ചോദിച്ചു, മോൻ രാവിലെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പോ വരുന്നത്. And last night when I finished work, I called up my daughter and asked her how her exams are. ഞാൻ ഇന്നലെ രാത്രി ജോലിയൊക്കെ പ്രചരണമൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തിയപ്പോ ഞാൻ എന്റെ മോളെ വിളിച്ച് ചോദിച്ചു, മോളുടെ പരീക്ഷയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കിടന്നത്. So we women are always at it. We are always working. We always have to see that everybody is okay. നമ്മൾ സ്ത്രീകൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും നോക്കും നമ്മുടെ വീട്ടിലെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഇതൊക്കെ അന്വേഷിച്ചാണ് നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. But look at the difficulties you are facing. പക്ഷെ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്? അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. No matter how many members in the family are working today, you still cannot make ends meet. It's still difficult for you to move forward. ഒരു കുടുംബത്തിലെ എത്ര പേര് ജോലിക്ക് പോയാലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ. അതാണ് ഇന്നത്തെ സാഹചര്യം. You make huge sacrifices to bring up your children, to give them a good education, and yet no prospect of jobs. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, അവരെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മുൻപിൽ നോക്കാണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. Today, because of the policies of the Narendra Modi government and of the BJP, you can see that unemployment across the country is higher than it has ever been. ഇന്നത്തെ കാലത്ത് നരേന്ദ്രമോദിയുടെയും ബിജെപിയുടെയും നയങ്ങൾ മൂലം തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്തെ ഏറ്റവും വർദ്ധിച്ച ലെവലിലാണുള്ളത്. നിരക്കെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Prices have risen enormously. വളരെയധികം ഈ രാജ്യത്ത് വില കുതിച്ചു കയറുകയാണ്. Whether you are a farmer, whether you run a small business or you are a shopkeeper, from all sides, all you face are troubles. There is no support system for you. നിങ്ങൾ ഒരു കർഷകരാവട്ടെ, ഒരു ചെറുകിട വ്യാപാരിയാകട്ടെ, ഒരു ചെറിയ കച്ചവടം നടത്തുന്ന ആളാവട്ടെ, എല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുകൾ മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പിന്തുണയും കിട്ടുന്നില്ല. I can see so many shops here. Eyesight shop, I can see the Bros shop there, Gusto, I can see Alo Bayar here. All these shops, I meet shopkeepers, I meet small business people. Even a few days back I had a meeting and they said to me, how are we supposed to make ends meet? GST has to be paid on everything. When Modi ji did demonetization, we were the greatest sufferers. When COVID happened, we were the greatest sufferers. No, there was no support system for us. We had to manage however we could manage. ഇവിടെ ഒരുപാട് ചെറുകിട കർഷകരുണ്ട്, ചെറുകിട കച്ചവടക്കാരുണ്ട്. ഇവിടെ ധാരാളം കടകളുണ്ട്. അവിടെ ഒരു കടയുണ്ട്. അതുപോലെ ഇവിടെ അലോബ്ര എന്ന് പറയുന്ന കടയുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് ചെറുകിട കച്ചവടക്കാരുടെ പ്രതിനിധികളെ ഞങ്ങൾ കണ്ടു. ഞാൻ ഇന്നലെ കണ്ടു. അവരെന്നോട് പറയുകയായിരുന്നു, ഞങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഞങ്ങളാണ്. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഞങ്ങളാണ്. അതുപോലെ ചരക്ക് സേവന നികുതി കൊടുത്തത് മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് ജീവിച്ചു പോവുക എന്ന് അവരെന്നോട് ചോദിക്കുകയായിരുന്നു. I was shocked when I heard that you now have to pay GST on rent also. ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ചെറുകിട കച്ചവടക്കാർക്ക്, ഇവിടുത്തെ കടയുടമകൾക്ക് നിങ്ങളുടെ വാടകയിലും GST കൊടുക്കണമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. Small and medium businesses can be the backbone of the economy. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. They can be huge providers of jobs and employment. ഒരുപാട് തൊഴിലവസരങ്ങൾ നൽകാൻ ഈ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് സാധിക്കും. But they need support. പക്ഷെ അവർക്ക് പിന്തുണ വേണം. Just as our farmers need support. നമ്മുടെ കർഷകർക്ക് എത്രമാത്രം പിന്തുണ വേണമോ അതുപോലെ ഇവർക്കും പിന്തുണ വേണം. Look at the potential of agriculture here in Wayanad. ഇവിടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ കൃഷിക്കുള്ള സാധ്യതകൾ എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. You are growing rubber, coconut, areca nut, paddy, tapioca. നിങ്ങൾ ഇവിടെ കപ്പ കൃഷി ചെയ്യുന്നു, നെൽ കൃഷി ചെയ്യുന്നു, തേങ്ങ കൃഷി ചെയ്യുന്നു, അതുപോലെ നിങ്ങൾ ഒരുപാട് അടയ്ക്ക കൃഷി ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഇവിടെയുണ്ട്. I have never seen the quality of spices that I see over here. ഇവിടെ കാണുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ ഗുണമേന്മ ഞാൻ വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. Last time I came, I took some cinnamon home. I boiled that cinnamon and the water became pink. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ ഇവിടുന്ന് കുറച്ച് കറുവപ്പട്ട കൊണ്ടുപോയി. അത് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ തിളപ്പിച്ച് കഴിഞ്ഞപ്പോ എന്താ, വെള്ളത്തിന്റെ ഒരു പിങ്ക് നിറമായി. When I buy cinnamon in Delhi and I boil it, I can boil it for how long I want. The water remains transparent only. No color, no taste, no smell. ഡൽഹിന്ന് പക്ഷെ ഞാൻ കറുവപ്പട്ട ഡൽഹിന്ന് വാങ്ങിച്ച് വെള്ളത്തിലിട്ട് അത് എത്ര
നേരം തിളപ്പിച്ചാലും നിറവും മാറില്ല, മണവും കിട്ടില്ല, ആ വെള്ളം അതുപോലെ തന്നെ ഇരിക്കും. I met a family of farmers yesterday. ഇന്നലെ ഞാൻ കർഷകരുടെ ഒരു കുടുംബത്തെ കണ്ടു. 4 brothers. 4 സഹോദരന്മാരായിരുന്നു. I asked them, what do you see as your future? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഭാവി എങ്ങനെയാണ്? One of them said to me, what future? അതിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് ഭാവിയാണുള്ളത്? He said, I want to sell my land and move away from here. എന്റെ ഭൂമി, ഇവിടെയുള്ള ഭൂമി വിറ്റിട്ട് എനിക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോണെന്നാ ഒരാൾ പറഞ്ഞത്. The other one said, I have a loan of 8 lakhs on my head. മറ്റാള് പറഞ്ഞത്, എനിക്കൊരു 8 ലക്ഷം രൂപയുടെ കടമുണ്ട്. I live in hope that maybe next year I'll be able to pay it. അടുത്ത വർഷം ഒരു പക്ഷേ ഈ കടം തിരിച്ചടയ്ക്കാമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. They told me they pay 300 rupees for insuring 1 plant of banana plant. എന്നോട് പറഞ്ഞത്, ഒരു വാഴയ്ക്ക് അവർ 300 രൂപയാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്. And yet if it rains, if the crop gets spoiled, if that plant dies, there's no compensation for them. എന്നിട്ട് ഇവിടെ മഴ വന്നു, വിളനാശം സംഭവിക്കുന്ന ഒരു നഷ്ടപരിഹാരവും അവർക്ക് കിട്ടുന്നില്ല. They told me that they don't get the right price for their crops anymore. അത് മാത്രമല്ല, വിളകൾക്ക് ന്യായമായ വിലയും അവർക്ക് കിട്ടുന്നില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. One of them was telling me that when there was the Congress government, the UPA government at the center, which waived loans for farmers, how much help that gave people. അതിൽ ഒരാൾ എന്നോട് പറയായിരുന്നു, കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളിയത് എത്രമാത്രം സഹായമായിരുന്നു എന്ന് പറയുകയായിരുന്നു അതിലൊരാൾ. They were shocked to hear from me that 16 lakh crores of rupees of loans was waived for the biggest businessmen in this country. ഈ രാജ്യത്തെ ഏറ്റവും അതിസമ്പന്നരായ ബിസിനസ്സുകാരുടെ 16 ലക്ഷം കോടി രൂപയുടെ കടങ്ങൾ എഴുതി തള്ളിയെന്ന് ഞാൻ പറഞ്ഞത് കേട്ടപ്പോ അവർ ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു. While when they are in trouble, when they face difficulties, farmers that actually build our country, that feed our whole nation, they have no compensation, not a single rupee. നമ്മുടെ രാജ്യത്തെ നിർമ്മിക്കുന്ന, നമ്മുടെ രാജ്യത്തെ മനുഷ്യർക്ക് അന്നം നൽകുന്ന കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി കടങ്ങൾ എഴുതി തള്ളുന്നില്ല. അവർക്ക് ആ ഒരു നഷ്ടപരിഹാരവും ഇവിടെ കിട്ടുന്നില്ല. When tragedies happen here, like the disaster happened with the landslide, where whole families lost their livelihoods, people lost their entire families, children were left without any member of their family. The correct funds that should be reaching them still have not reached them. വലിയ പ്രകൃതി ദുരന്തങ്ങൾ നടക്കുമ്പോൾ, ഇവിടെ അടുത്ത കാലത്തുണ്ടായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പോലെ വലിയ ദുരന്തങ്ങൾ നടന്ന മനുഷ്യർക്ക് എല്ലാം നഷ്ടപ്പെട്ടപ്പോ, കുഞ്ഞുങ്ങളെ, വീട്ടിലുള്ള എല്ലാവരെയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെയുള്ള ആ സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ഇവിടെ കിട്ടുന്നില്ല. Your social security pensions are delayed. നിങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വളരെയധികം താമസിച്ചിരിക്കുകയാണ്. You have been asking for the Todikapulla underpass for a long time. നിങ്ങൾ ഒരു തൊടിക്കപ്പുള്ള അണ്ടർപാസിന് വേണ്ടി വളരെ നാളുകൾ കൊണ്ട് നിങ്ങൾ ഇവിടെ ആവശ്യപ്പെടുകയാണ്. So that your children can travel easily to school. അതുകൊണ്ട് നിങ്ങളുടെ ആ അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് അധികം ദൂരം സഞ്ചരിക്കാതെ പോകാം. Those who are laboring in Manrega are not getting the right wages. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പണിയെടുക്കുന്നവർക്ക് കൃത്യമായ ശമ്പളം ലഭിക്കുന്നില്ല. So with all the potential that you have, with all the young educated people, you still are not getting the basic facilities that you require. ഈ പ്രദേശത്ത് നിങ്ങൾക്ക് ഇത്രയും സാധ്യതകൾ ഉണ്ടായിട്ടും ഇവിടെ ഒരുപാട് കഴിവുള്ള വിദ്യാഭ്യാസമുള്ള കുട്ടികളും ചെറുപ്പക്കാരും ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് അതിനു വേണ്ട അവസരങ്ങൾ കിട്ടുന്നില്ല. My brother loves you deeply. എന്റെ സഹോദരൻ നിങ്ങളെ ഒരുപാട് ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്. He has fought with great dedication and great commitment for your issues to be resolved. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സമർപ്പണത്തോടുകൂടി, ഒരുപാട് പ്രതിബദ്ധതയോടുകൂടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. You must be knowing that the school building fund also, he gave money from that fund for the school to be built, ambulances for the government hospital in Porur, and houses for poor families. അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും, MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും സ്കൂൾ കെട്ടിടത്തിന് വേണ്ടി, ആംബുലൻസിന് വേണ്ടി, അതുപോലെ തന്നെ പോരൂരിലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഫണ്ട് നൽകിയിട്ടുണ്ട്. And I really believe that with a good and strong focus on food processing here in Wayanad, good marketing for your crops and storage facilities, a lot more can be done in this field.
ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഭക്ഷ്യ സംസ്കരണത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നതിലൂടെ, കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. You have so much potential for tourism. നിങ്ങൾക്ക് വിനോദസഞ്ചാരത്തിന് ഒരുപാട് സാധ്യതകൾ ഇവിടെയുണ്ട്. With the right kind of infrastructure and good support for the tourism industry, ecotourism, spiritual tourism, and of course the beautiful natural resources you have here, again a lot of employment opportunities can be created and a lot of progress and improvement for the future of your children can be worked on. കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിലൂടെ, കൃത്യമായ പിന്തുണ നൽകുന്നതിലൂടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ടൂറിസം, വിനോദസഞ്ചാരം, അതുപോലെ ആത്മീയതയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരം, ഇതെല്ലാം വളർത്തുന്നതിലൂടെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഉറപ്പാക്കാനും നമുക്ക് സാധിക്കും. So there are long-standing issues which we need to fight together to resolve. ഇവിടെ നിങ്ങളുടെ വളരെ കാലമായിട്ടുള്ള ആവശ്യങ്ങളായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. There are parts of Wayanad where there is the animal-man conflict. ഈ നിയോജക പാർലമെന്റ് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. Where there is need for urgent health care, better educational institutions. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ പലയിടത്തും ആവശ്യമുണ്ട്. And together we need to pressurize the governments to deliver on those demands. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ, ഈ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നമ്മൾക്ക് ഒരുമിച്ച് ഗവൺമെന്റുകളിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. In the same way, we need to fight together to improve the facilities for tourism and for our farmers. അതുമാത്രമല്ല, വിനോദസഞ്ചാര മേഖലയിലും നമ്മുടെ കർഷകർക്കും ലഭ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കേണ്ടതുണ്ട്. And build on the immense potential of the people of Wayanad. ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ അപാരമായ കഴിവ് നമുക്ക് വളർത്തി വികസിപ്പിച്ച് ഇവിടുത്തെ സാധ്യതകൾ നമുക്ക് വളർത്തേണ്ടതുണ്ട്. So many young people across Wayanad are so good at sport, especially soccer. ഇവിടെയുള്ള ഒരുപാട് ചെറുപ്പക്കാര് ഇവിടെ വളരെയധികം മിടുക്കരാണ്. പ്രത്യേകിച്ച് ഫുട്ബോളിൽ വളരെ മിടുക്കരായ ഒരുപാട് പേരുണ്ട്. It should be our dream to give them the best facilities, football camps, stadiums, so that they also can compete in the best teams in the world. അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ഫുട്ബോൾ ക്യാമ്പുകൾ, സ്റ്റേഡിയങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നൽകണം. അവർക്ക് ലോകത്തുള്ള ആരോടും മത്സരിക്കാവുന്ന രീതിയിൽ അവരെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. So we have a lot of work to do. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. And this relationship that you share with my brother, this relationship of love and deepest respect, should be the guiding factor for us moving forward into the future. നിങ്ങൾ എന്റെ സഹോദരനുമായിട്ട് പങ്കിടുന്ന വളരെ ആഴമുള്ള ബന്ധം, സ്നേഹമുള്ള ബന്ധം, ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധം, ആ ബന്ധമായിരിക്കണം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വഴികാട്ടിയാവേണ്ടത്. ആ ബന്ധമാവണം. He is my elder brother. എന്റെ മൂത്ത സഹോദരനാണ് അദ്ദേഹം. And I know, I have seen in the last 10 to 15 years that he has faced many difficulties. എനിക്കറിയാം, കഴിഞ്ഞ 10-15 വർഷങ്ങൾ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. The BJP launched a nasty, massive campaign to ruin his reputation. അദ്ദേഹത്തിന്റെ സത്കീർത്തിയും പ്രതിച്ഛായയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി BJP വളരെ വിപുലമായ, വളരെ മോശപ്പെട്ട ഒരു പ്രചരണം തന്നെ അഴിച്ചുവിടുകയുണ്ടായി. To spread lies about him, ridicule him and humiliate him in public. അദ്ദേഹത്തെ പറ്റി നുണകൾ പറഞ്ഞു പരത്താൻ, അദ്ദേഹത്തെ പരിഹസിക്കാൻ, അദ്ദേഹത്തെ പൊതുജനങ്ങളുടെ മുൻപിൽ അപമാനിക്കാനുള്ള ഒരു പ്രചരണമാണ് അവർ നടത്തിയത്. And at the height of that campaign, at a time when many people turned their backs on him, ആ പ്രചരണത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിന്നപ്പോൾ, ഈ ലോകത്ത് ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നപ്പോൾ, it was you, my sisters and brothers of Wayanad, who stood by him like a rock, who gave him the support and the strength to keep fighting. ലോകത്ത് ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തിന്റെ പുറംതിരിഞ്ഞു നിന്നപ്പോൾ, എന്റെ സഹോദരി സഹോദരന്മാരെ, വയനാട് ഈ സ്ഥലത്തെ സഹോദരി സഹോദരന്മാരെ, ഒരു പാറ പോലെ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്ന് അദ്ദേഹത്തിന് പോരാടാനുള്ള ധൈര്യം നൽകിയത് നിങ്ങളാണ്. Your love is the bravery that he has in his heart. എന്റെ സഹോദരന്റെ ഹൃദയത്തിലുള്ള ധൈര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹമാണ്. It is your love that gave him the strength
to walk from Kanyakumari to Kashmir in the name of unity, in the name of peace, in the name of justice, at a time when the BJP had spread divisiveness all across our nation. ഈ രാജ്യത്ത് മുഴുവൻ ബിജെപി വിഭാഗീയത പടർത്തിയ സമയത്ത് ഐക്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി കന്യാകുമാരി മുതൽ കശ്മീർ വരെ 4000 കിലോമീറ്റർ നടക്കാനുള്ള ധൈര്യം എന്റെ സഹോദരന് നൽകിയത് നിങ്ങളുടെ സ്നേഹമാണ്. It is your support, it is your encouragement that took him to Manipur to meet the people who had gone through all sorts of horrible situations and violence, and from there to drive from Manipur to Mumbai again in the name of peace and love and humanity. അതിദാരുണമായ പ്രശ്നങ്ങൾ നേരിട്ട, അതിക്രമം നേരിട്ട, അക്രമം നേരിട്ട മണിപ്പൂരിലെ ജനങ്ങളെ കാണാനും സംസാരിക്കാനും അവിടെ നിന്ന് വീണ്ടും മണിപ്പൂരിൽ നിന്ന് ബോംബെ വരെ ഈ രാജ്യത്തെ ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി യാത്ര ചെയ്യാനും അദ്ദേഹത്തിന്, എന്റെ സഹോദരന് കരുത്ത് നൽകിയത് നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളുടെ പ്രോത്സാഹനമാണ്. He once told me that in every step that he took in his yatra, the people of Wayanad were walking with him. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹം വെച്ച ഓരോ ചുവടിലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നടക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. He carries you in his heart. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളെ ഒക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. I think he was very upset having to leave you also. ഈ പാർലമെന്റ് നിയോജക മണ്ഡലം ഉപേക്ഷിച്ചു പോകാൻ അദ്ദേഹത്തിന് വളരെയധികം വിഷമമായിരുന്നു. And I think now he feels happy because I am here. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്, കാരണം നിങ്ങളുടെ അടുത്ത് ഞാനുള്ളതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്. Because he knows I understand his heart. കാരണം അദ്ദേഹത്തിന് അറിയാം, എന്റെ സഹോദരന്റെ ഹൃദയം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. And he knows that I understand how deeply he respects the love you give him. അദ്ദേഹത്തിന് അറിയാം ഞാൻ എത്രമാത്രം നിങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. And I want to tell you, I want to reassure you. എനിക്ക് നിങ്ങളോട് പറയണം, നിങ്ങൾക്ക് എനിക്ക് ഉറപ്പ് നൽകണം. That for me, each one of you is a responsibility. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. Each one is a duty. നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എന്റെ കടമയാണ്. Each one is a symbol of the true relationship that should exist between a leader and the people who support him. നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഒരു നേതാവും ആ നേതാവിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങളും തമ്മിൽ ഉണ്ടാവേണ്ട യഥാർത്ഥ ബന്ധത്തിന്റെ ഒരു പ്രതീകമാണ് എനിക്ക്. A relationship of deep honesty and deep respect. ആഴത്തിലുള്ള സത്യസന്ധതയുടെയും ബഹുമാനത്തിന്റേതുമായ ഒരു ബന്ധം. So I am here to tell you that I will carry forward the work that my brother has started with dedication and commitment to you. നിങ്ങളോട് സമർപ്പണത്തോടുകൂടി, പ്രതിബദ്ധതയോടുകൂടി ഞാൻ പറയുവാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ തുടരുന്നതിന് വേണ്ടി, പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. I will come to your homes. I will meet as many of you as I can. I will reach out to as many families as I can. I will understand from you what your troubles are. I will stand by you during your troubles, during your sadness, and I will be with you during your happiness. എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്തേക്ക് വരണം, എനിക്ക് പറ്റാവുന്ന ആളുകളിലേക്ക് എത്തിച്ചേരണം, എനിക്ക് നിങ്ങളുടെ വീടുകളിൽ വരണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും നിങ്ങളുടെ പ്രശ്നങ്ങളിലും നിങ്ങളുടെ കൂടെ എനിക്ക് നിൽക്കണം, എനിക്ക് നിങ്ങളെ വന്ന് കണ്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കണം. Because in the same way that you have given my brother love, in the last week or so that I have been traveling through Wayanad, you have accepted me into your hearts and into your homes as family. നിങ്ങള് എങ്ങനെയാണോ എന്റെ സഹോദരനെ സ്നേഹിച്ചത്, അതുപോലെ ഞാൻ ഇവിടെ ഈ പ്രദേശത്ത് വന്ന കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എന്നെ സ്വീകരിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ എന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. Wherever I am going, you are waiting for me. You see me, you smile. ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നെ കാണുമ്പോൾ നിങ്ങളുടെ മുഖങ്ങളിൽ ഒരു പുഞ്ചിരി വിടരുകയാണ്. My sisters hug me, kiss me. എന്റെ സഹോദരിമാരെന്നെ വന്ന് കെട്ടിപ്പിടിക്കും, എനിക്ക് ഉമ്മ തരും. My brothers wait with flowers for me. എന്റെ സഹോദരന്മാർ പൂക്കളുമായിട്ട് എന്നെ കാത്തു നിൽക്കും. And the truth is that in the life of a human being,
There can be no greater honor than to receive this kind of love. ഒരു കാര്യം പറയട്ടെ, സത്യമായിട്ട് പറയട്ടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയും അധികം സ്നേഹം കിട്ടുക എന്നതിലുപരി മറ്റൊരു ആദരവ് ലഭിക്കാനേ ഇല്ല. So you have already given me and my family much more than we could ask for. ഞങ്ങൾക്ക് ചോദിക്കാവുന്നതിനപ്പുറം ഇപ്പൊ തന്നെ നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും സ്നേഹം നൽകിയിട്ടുണ്ട്. If you give me a chance to give back to you നിങ്ങൾക്ക് some of that love, നിങ്ങൾ നൽകിയ സ്നേഹത്തിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ നിങ്ങൾ എനിക്കൊരു അവസരം നൽകിയാൽ, through dedication and hard work, കഠിനാധ്വാനത്തിലൂടെ, സമർപ്പണത്തിലൂടെ, you will find that you have a fighter here who will fight for your problems, who will fight to resolve them, who will fight for justice for you, from parliament to any other platform, even on the streets, until you get what you deserve. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ഇവിടെ കരുത്തയായ ഒരു പോരാളിയുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിലും മറ്റേത് വേദികളും വേണ്ടി വന്നാൽ നിരത്തിലിറങ്ങി നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പോരാടുന്ന ഒരു പോരാളിയെ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. And my sisters here know that we women are good fighters. ഇവിടെയുള്ള എന്റെ സഹോദരിമാർക്കറിയാം, നന്നായി പോരാടാൻ അറിയുന്നവരാണ് നമ്മൾ സ്ത്രീകൾ. Our husbands also know that. നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും നമ്മുടെ ഭർത്താക്കന്മാർക്കും അതറിയാം. So I am not one to back down. I will fight for you and I will not disappoint you. എന്ത് വന്നാലും ഞാൻ പുറമോട്ട് പോവില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടും. ഒരിക്കലും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. We are family now. Your problems are my problems. Your troubles are my troubles. Your happiness is my happiness. I thank you again for being here today and listening to me so carefully. ഇപ്പൊ നമ്മളൊരു കുടുംബമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം എന്റെയും പ്രശ്നമാണ്. നിങ്ങളുടെ സന്തോഷം എന്റെയും സന്തോഷമാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്റെയും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്നിവിടെ വന്ന് എന്നെ കേട്ടതിന് ഞാൻ നിങ്ങളോട് വീണ്ടും നന്ദി പറയുകയാണ്. Thank you very, very much. വളരെയധികം നന്ദി. You face every single day of your life. ഇങ്ങനെ ഒരു രാഷ്ട്രീയം നിലനിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള യാതൊരു ശ്രദ്ധയും ഇവിടെ ഉണ്ടാകുന്നില്ല. My sisters are standing here. എന്റെ സഹോദരിമാർ അവിടെ നിൽക്കുന്നുണ്ട്. I know that you carry the heaviest burden. നിങ്ങളാണ് ഏറ്റവും അധികം ഭാരം നിങ്ങൾക്കാണുള്ളതെന്ന് എനിക്കറിയാം. I know that. എനിക്കതറിയാം. Because women hold society together. കാരണം ഈ സമൂഹത്തെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നത് സ്ത്രീകളാണ്. We are the ones who nurture children for the future. നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവിക്ക് വേണ്ടി പരിപാലിച്ചു കൊണ്ടുവരുന്നത് നമ്മളാണ്, സ്ത്രീകളാണ്. If you have jobs or you're working in the fields, you come home and also at home you work. നിങ്ങൾക്ക് ജോലി ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടും നിങ്ങൾ ജോലി ചെയ്യുകയാണ്. I know you stay awake till everybody in the family has eaten, till everybody is happy, then only you go to sleep. എനിക്കറിയാം, വീട്ടിലെ എല്ലാ മനുഷ്യരും ഉറങ്ങുന്നത് വരെ നിങ്ങൾ ഉണർന്നിരിക്കും. എല്ലാ മനുഷ്യരും ഭക്ഷണം കഴിച്ച ശേഷമേ നിങ്ങൾ ഉറങ്ങാൻ പോവുകയുള്ളൂ. എനിക്കതറിയാം. You manage many things all at the same time. ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ് ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Your work, your home, somebody is unwell, has everybody eaten their food? All separate things that you have to manage. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, അതുപോലെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. This morning when I was coming here, I called up my son and asked him, have you eaten haldi this morning? ഞാൻ ഇന്ന് രാവിലെ വരാൻ നേരത്തെ എന്റെ മോനെ വിളിച്ച് ഞാൻ ചോദിച്ചു, മോൻ രാവിലെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പോ വരുന്നത്. And last night when I finished work, I called up my daughter and asked her how her exams are. ഞാൻ ഇന്നലെ രാത്രി ജോലിയൊക്കെ പ്രചരണമൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തിയപ്പോ ഞാൻ എന്റെ മോളെ വിളിച്ച് ചോദിച്ചു, മോളുടെ പരീക്ഷയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കിടന്നത്. So we women are always at it. We are always working. We always have to see that everybody is okay. നമ്മൾ സ്ത്രീകൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും നോക്കും നമ്മുടെ വീട്ടിലെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. ഇതൊക്കെ അന്വേഷിച്ചാണ് നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. But look at the difficulties you are
facing. പക്ഷെ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്? അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. No matter how many members in the family are working today, you still cannot make ends meet. It's still difficult for you to move forward. ഒരു കുടുംബത്തിലെ എത്ര പേര് ജോലിക്ക് പോയാലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ. അതാണ് ഇന്നത്തെ സാഹചര്യം. You make huge sacrifices to bring up your children.